കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ പാർട്ടിയിലുള്ളവർ പോലും കരുതിയത് അദ്ദേഹം തോൽക്കുമെന്നായിരുന്നു. അതിനുവേണ്ടി പരിശ്രമങ്ങളുമായി പാർട്ടിക്കുള്ളിലെ ചിലരും ശ്രമം നടത്തി. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ വിജയിച്ചു കയറിയത്. അന്ന് സുധാകരന്റെ വിജയത്തിൽ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചവരും ശരിക്കും ഞെട്ടിയിരുന്നു. അതാണ് കുമ്പക്കുടി സുധാകരൻ. എഴുതി തള്ളിയവർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു വന്നു നിൽക്കും. CPM-നോട് നോ കോംപ്രമൈസ് ലൈൻ സ്വീകരിക്കുന്ന സുധാകരൻ എന്നും അണികളുടെ ബലത്തിൽ കരുത്തനായ നേതാവാണ്. അങ്ങനെയുള്ള സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം ഒട്ടും എളുപ്പമാകില്ല. ഇക്കാര്യത്തിൽ സുധാകരന്റെ സന്നദ്ധത തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ ഉള്ളവരാണ്. അവരാണ് അത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടതും. എന്നാൽ പാർട്ടിയെ തുടർച്ചയായി വിജയത്തിലേക്ക് നയിക്കുന്ന നേതാവിനെ ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ പക്ഷം. അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റുക എന്നത് എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. ഇത് പാർട്ടിയിലെ അധികാര വടംവലിക്കും ആക്കം കൂട്ടുമെന്ന് ഉറപ്പാണ്. യുവ നേതൃത്വം എന്ന ആവശ്യം മുന്നിൽ നിർത്തി സുധാകരനെ മാറ്റാനുള്ള നീക്കം VD സതീശന് ഒറ്റയ്ക്ക് വഴിവെട്ടാനുള്ള മാർഗമെന്നാണ് എതിർചേരിയുടെ വിലയിരുത്തൽ. ഒറ്റയടിക്ക് ചെന്നിത്തലയെയും കെ സുധാകരനെയും അടക്കമുള്ളവരെ ഒതുക്കാനുള്ള മാർഗം. അതുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരൻ മാറുന്നെങ്കിൽ സമാനമായ വിധത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മാറ്റം വരട്ടെ എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതേസമയം നേതൃമാറ്റം ആവശ്യമാണെന്ന നിലപാടിലാണ് പുതുതലമുറ നേതാക്കൾ. കെ സുധാകരൻ മാറേണ്ടതില്ലെന്നാണ് ആദ്യം പറഞ്ഞത് ശശി തരൂർ. തരൂരിന്റെ നിലപാടിൽ വിജയിക്കുമ്പോൾ KPCC അധ്യക്ഷനെ എന്തിനു മാറ്റണം എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്നാണ് ധ്വനി. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും KPCC പ്രസിഡന്റ് ഇപ്പോൾ മാറേണ്ടെന്ന നിലപാടാണ്. അതേസമയം സംഘടന ചലിക്കാതെ പ്രതിപക്ഷ പ്രവർത്തനം ഫലവത്താകില്ലെന്ന ഉറച്ച നിലപാടിലാണ് VD സതീശൻ. KPCC-യിൽ അഴിച്ചുപണി വേണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ പക്ഷേ അതേ ആവശ്യം ആവർത്തിക്കുന്നില്ല. ഒരു പൊതു തീരുമാനമായി ഉയർന്നു വരട്ടെയെന്ന് കാത്തിരിക്കുകയാണ്. താനായിട്ട് ഇക്കാര്യം ഉന്നയിക്കില്ലെന്നാണ് സതീശന്റെ നിലപാട്. എങ്കിലും കേന്ദ്ര നേതൃത്വത്തിലേക്ക് അദ്ദേഹം മനസ്സറിയിച്ചു കഴിഞ്ഞു. അതേസമയം അഴിച്ചുപണിയിലെ പൊട്ടിത്തെറി ഭയന്ന് സംഘടനയെ നിഷ്ക്രിയമാക്കി നിർത്തുന്നതിനോട് പുതുതലമുറ നേതാക്കൾക്ക് അമർഷമുണ്ട്. ആര് പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വരട്ടെയെന്നാണ് നിലപാട്. KPCC ഭാരവാഹികളിൽ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന അനുകൂല രാഷ്ട്രീയമല്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുകയെന്ന് മുൻകൂട്ടി കാണുന്നുണ്ട് ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം അധ്യക്ഷ ചർച്ചകളിൽ സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുക്കുമെന്നതാണ് കാര്യം. ക്രൈസ്തവ പ്രസിഡന്റ് KPCC-ക്ക് വേണമെന്ന ചർച്ച സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന് അനുകൂലമാണ് ഹൈക്കമാൻഡിലെ ചിന്തകൾ. സുധാകരൻ മാറിയാൽ കുഴൽനാടന് അനുകൂല തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. കുഴൽനാടനൊപ്പം മറ്റു ചില പേരുകളും സജീവമായി പരിഗണിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജി M. ജോൺ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ സജീവമായി പരിഗണിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസും KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ്. ഇതിനിടയിലാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ അട്ടിമറി നീക്കം. ബെന്നി ബെഹനാന്റെ പേര് ചർച്ചയാക്കി യുവാക്കളുടെ സാധ്യത അടയ്ക്കാനാണ് നീക്കം.